പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേരിലുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും നമുക്കറിയാം ബോംബെ എന്നുള്ളത് മുംബൈ ആയി മാറി, അതുപോലെ തന്നെ മദ്രാസ് എന്നുള്ളത് ചെന്നൈ ആയി മാറി. നമ്മുടെ കോഴിക്കോടിൻ്റെ മുൻ പേര് കാലിക്കറ്റ് എന്നായിരുന്നു, കൊൽക്കത്തയുടെ കൽക്കട്ട എന്നുള്ളതായിരുന്നു. ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ സ്ഥലങ്ങളുടെ നാമം മാറിയത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോംബെ എന്നുള്ളത് മുംബൈ ആയി മാറിയതിനെ കുറിച്ച് പരിശോധിക്കാം. 17-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരാണ് ബോംബെ എന്നുള്ള പേര് നൽകിയത്. പിന്നീട് ഏകദേശം സ്വാതന്ത്ര്യാനന്തരവും ബോംബെ എന്നുള്ള പേരായിരുന്നു ഇന്ത്യ സ്വീകരിച്ച് പോന്നിരുന്നത്. എന്നാൽ 1996 പിന്നീട് മുംബൈ എന്നുള്ള പേരിലേക്ക് മാറിയത്. ഈ ഒരു പേരുമാറ്റത്തിന് കാരണം മുംബൈ ദേവിയുടെ ഒരു പേരിനോട് സാദൃശ്യമുള്ള രീതിയിലാണ് ബോംബെ എന്നുള്ളത് 1996 മുംബൈ എന്നായി മാറിയത്. ഇതുപോലെ തന്നെ മദ്രാസ് എന്നുള്ളത് ചെന്നൈ ആയി മാറിയതിൻ്റെ ചരിത്രവും നമുക്ക് പരിശോധിക്കാം. മദിരാശിപട്ടിനം എന്നുള്ള ഒരു തമിഴ്നാട് ഗ്രാമം, ഒരു ഫിഷിംഗ് ഗ്രാമത്തിൻ്റെ പേരിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ മദ്രാസ് എന്നുള്ള ഒരു പേര് ആ ഒരു നഗരത്തിന് നൽകിയത്. ഇത് ചെന്നൈ ആയി മാറിയതും ചെന്നൈ കേശവപുരം ടെമ്പിളിൻ്റെ പേരിൽ നിന്നാണ് ചെന്നൈ എന്നുള്ള പേര് 1996 മാറിയത്. മദ്രാസ് ചെന്നൈ ആയതും ബോംബെ മുംബൈ ആയതും 1996. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ കോഴിക്കോടിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ് എന്നുള്ളത് ബ്രിട്ടീഷുകാർക്ക് കോഴിക്കോട് എന്നുള്ളത് ഉച്ചരിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് അത് കാലിക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയത്. അത് തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ കേസിൽ ട്രിവാൻഡ്രം ആയതും. അതെല്ലാം പിന്നീട് തിരിച്ച് തിരുവനന്തപുരവും കോഴിക്കോടും ആയി മാറുകയാണ് ഉണ്ടായത്. ഇതുപോലെ മറ്റ് ചില കർണാടകത്തിലെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളായിട്ടുള്ള ബാംഗ്ലൂർ, അതുപോലെ തന്നെ മാംഗ്ലൂർ, മൈസൂർ, ഈ സ്ഥലങ്ങളുടെ എല്ലാം പേരുകളും പിൽക്കാലത്ത് ഈ അടുത്ത കാലത്തായി 2006 കാലഘട്ടത്തിലായി പഴയ ഒരു കർണാടിക് ഉച്ചാരണത്തിലേക്ക് മാറിയിട്ടുണ്ട്. ബാംഗ്ലൂർ എന്നുള്ളത് ബംഗളൂരു ആയിട്ടും, അതുപോലെ തന്നെ മാംഗ്ലൂർ എന്നുള്ളത് മംഗളൂരു ആയിട്ടും, മൈസൂർ എന്നുള്ളത് മൈസൂരു ആയിട്ടും കർണാടക സർക്കാർ മാറ്റിയിട്ടുണ്ട്. ഇത് അവരുടെ ഒരു ഉച്ചാരണത്തിലുള്ള ഒരു വിളിപ്പേരിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് മാറിയത്. ഇതിൽ നിന്നും ഏറ്റവും അടുത്ത കാലത്തായിട്ടുള്ള ഒരു മാറ്റമാണ് അലഹബാദിൻ്റെ പേര് പ്രയാഗ്രാജ് എന്നാക്കി മാറ്റിയത്. ഇത് കേന്ദ്ര സർക്കാർ ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു പേര് മാറ്റമാണ്. അലഹബാദ് കുംഭമേളയൊക്കെ നടക്കുന്ന അലഹബാദിൻ്റെ പേര് പ്രയാഗ്രാജ് ആക്കി കേന്ദ്ര സർക്കാർ ഈ അടുത്താണ് മാറ്റിയിട്ടുള്ളത്. ഇങ്ങനെ നാമത്തിലുള്ള അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിൻ്റെയും പേരുകളിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള പേര് മാറ്റങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.